നിന്നിലലിയാൻ ഞാൻ ഭാഗം 38. പക്ഷേ ഈ സ്മെല്ലുള്ള ഐറ്റംസ് ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ലല്ലോ. ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് പാർവതിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. ആ മണം അവൻ്റെ മൂക്കിലേക്ക് സ്മെൽ ചെയ്തു. ഇതൊന്നും കാശ് കൊടുത്താൽ വാങ്ങാൻ പറ്റില്ല, കാരണം ഇത് ഗീതാമ്മ സ്പെഷ്യലാണ്, പാർവതി പറഞ്ഞു. ഓ, എൻ്റെ മദറിനിലോ സ്പെഷ്യൽ അല്ലേ? അതെ, ഇത് മതി. അവിടെ വാങ്ങി വെച്ച സാധനങ്ങളൊന്നും നീ ഉപയോഗിക്കേണ്ട. ഈ മണമാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഇത് മതി എന്നും പറഞ്ഞ് അവളുടെ കഴുത്തിലേക്ക് അവൻ മുഖം ചേർത്തു. പെട്ടെന്നുള്ള അവൻ്റെ നീക്കമായതുകൊണ്ട് പാർവതി ഒന്ന് പിടഞ്ഞു പോയിരുന്നു. ഈ മണം മൂക്കിലേക്ക് തുളച്ച് കയറുമ്പോൾ എൻ്റെ ക്ഷീണം എല്ലാം പോകുന്നു. ഒരു റിഫ്രഷ്മെൻറ്റ് തോന്നുന്നു. പാർവതിയുടെ ശ്വാസഗതി അവൻ പറഞ്ഞപ്പോൾ ഉയർന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഇന്ദ്രൻ അവളിൽ നിന്നും അടർന്നു മാറി. ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്, ഒന്ന് പോയി വേഗം ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ സോഫയിൽ വച്ചിരുന്ന ലാപ്ടോപ്പും ബാഗും എടുത്ത് പാർവതിയും ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. റൂമിൽ കയറിയപ്പോൾ തന്നെ അവിടെയും ആ മണം അവന് ഫീൽ ചെയ്തു. റൂമിലും ഇപ്പോൾ ഈ മണമാണല്ലോ. ഇന്ദ്രൻ പറഞ്ഞത് കേട്ട് പാർവതി ചിരിച്ചതേയുള്ളൂ. പാർവതി അവന് കുളിക്കാൻ ടവലെടുത്ത് അവൻ്റെ നേരെ നീട്ടി. എന്നാൽ ഇന്ദ്രൻ പാർവതിയുടെ തോളിൽ ഇട്ടിരുന്ന ടവലും എടുത്ത് കുളിക്കാനായി കയറി. അത് കണ്ടതും പാർവതി ഞെട്ടി. പിന്നീട് ആ ഞെട്ടൽ ഒരു പുഞ്ചിരിയിലേക്ക് വഴിമാറി. പാർവതി വേഗം കിച്ചണിലേക്ക് പോയി. അവന് കുടിക്കാനായിട്ട് ഒരു ലെമൺ ടീ ഉണ്ടാക്കി. അവൾ അതുമായി ബാൽക്കണിയിൽ ഇട്ടിരുന്ന ഊഞ്ഞാൽക്കട്ടിലിൽ വന്നിരുന്നു കൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞതും അവളുടെ ബ്ലൗസിന് മുകളിലൂടെ നഗ്നമായ പുറം കഴുത്തിൽ ഇന്ദ്രൻ്റെ ചുണ്ടുകൾ പതിഞ്ഞതും അവളുടെ കൈകൾ ഊഞ്ഞാൽക്കട്ടിലിൻ്റെ ചെയിനിൽ മുറുകി. അവൻ അവളുടെ മുന്നിലേക്ക് വന്നു. ഒരു ട്രാക്ക് പാൻറ് മാത്രമിട്ട് കഴുത്തിലൂടെ ടവൽ ചുറ്റി മുന്നിലേക്ക് ഇട്ടിട്ടുണ്ട്. അവൻ്റെ മുടികൾ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു. കഴുത്തിൽ പ്ലാറ്റിനത്തിൻ്റെ ചെയിൻ, അതിൽ അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ലോക്കറ്റ്. രോമം ഒട്ടും തന്നെ ഇല്ലാത്ത വിരിഞ്ഞ മാറും. ആ വിരിഞ്ഞ മാറിൽ വെള്ളത്തുള്ളികൾ തെളിഞ്ഞു കാണാം. പാർവതി അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. എന്താണ് ഭാര്യ ആദ്യമായിട്ട് കാണുന്നത് പോലെ നോക്കുന്നത്? അവൻ്റെ ചോദ്യമാണ് അവളുടെ നോട്ടത്തിൽ നിന്നും മാറ്റിയത്. അവിടെ നിന്നും എഴുന്നേറ്റ് നിൽക്കാൻ പോയ അവളെ അവൻ അവിടെ തന്നെ ഇരുത്തി. അവളുടെ മടിയിലേക്ക് തല ചേർത്ത് വെച്ച് അവൻ കിടന്നു. ഊഞ്ഞാൽക്കട്ടിൽ പതിയെ ആടിക്കൊണ്ടിരുന്നു. പാർവതിയുടെ നീണ്ട ഭംഗിയുള്ള വിരലുകൾ അവൻ്റെ തലമുടിയിൽ ഓടി നടന്നു. ഇന്ദ്രൻ പാർവതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. അവളുടെ വലത് കൈവിരലുകൾ അവൻ്റെ തലയിൽ ഓടി നടന്നു. അവളുടെ ഇടത് കൈവിരലിൽ അവൻ്റെ വലത് കൈയാൽ കോർത്തു പിടിച്ചു. പാറു, എനിക്കിപ്പോൾ ഈ ഇന്ദ്രജിത്തിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം എന്നെനിക്ക് തോന്നുന്നു. ഈ കുറച്ചുനാൾ കൊണ്ട് തന്നെ എൻ്റെ ചിന്തകളും എൻ്റെ പ്രവൃത്തികളും പറയാതെ തന്നെ അറിയാൻ നിനക്ക് സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നീ ചിന്തിക്കുന്ന കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ വിഷമവും അച്ഛനെയും അമ്മയെയും ഒക്കെ അറിയിക്കാതെ ഇങ്ങനെ എൻ്റെ ഒപ്പം ജീവിക്കുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിപ്പോഴും റെഡിയാണ് പാറു, നിൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കാൻ എനിക്ക് നിന്നെ തരുമോ എന്ന്. പക്ഷേ നീ പറഞ്ഞതുപോലെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അതിന് തയ്യാറാവാതിരുന്നത്. അല്ലെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ പാരൻസുമായി തന്നെ നിന്നെ ചോദിക്കുമായിരുന്നു. അതായിരുന്നു എൻ്റെ ആഗ്രഹവും. പക്ഷേ നമ്മുടെ സാഹചര്യമാണ് പാറു ഇങ്ങനെ എത്തിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, പ്രണയം. അതൊന്നും ഈ ഇന്ദ്രജിത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പോലും വിചാരിച്ചിട്ടില്ല. എപ്പോഴും ബിസിനസ്സും തിരക്കുകളുമായി ജീവിക്കാനായിരുന്നു എനിക്കിഷ്ടം. അതിനിടയ്ക്ക് വീട്ടുകാരോട് പോലും ചിരിച്ച് സംസാരിക്കുന്നത് വളരെ കുറവാണ്. പക്ഷേ നീ എൻ്റെ ജീവിതത്തിൽ വന്നത് മുതലാണ് പാറു ഞാൻ മനസ്സ് തുറന്ന് സന്തോഷിക്കുന്നത്. എനിക്ക് വേണ്ടി ഭക്ഷണമെല്ലാം ഒരുക്കി കാത്തിരിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാനും എന്നെ മാത്രം സ്നേഹിക്കാനും നീയുണ്ട് എന്നുള്ളൊരു ധൈര്യം, അത് വളരെ വലുതാണ്. ഒരിക്കലും ഒരു കുറ്റബോധത്തോടു കൂടി നീ എൻ്റെ ഒപ്പം ജീവിക്കരുത്. സന്തോഷമായിട്ടും സമാധാനമായിട്ടും വേണം നീ എൻ്റെ ഒപ്പം ഓരോ നിമിഷവും പങ്കുവയ്ക്കാൻ. ഇന്ദ്രേട്ടൻ്റെ ഒപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. ഇന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ അച്ഛനും അമ്മയും അറിയാതെ വിവാഹം കഴിച്ചതും ഇന്ദ്രേട്ടൻ്റെ ഒപ്പം ജീവിക്കുന്നതും ഒരു സങ്കടമാണ്. അത് വേറൊന്നും കണ്ടല്ലാട്ടോ. എൻ്റെ ഈ സന്തോഷം അവർക്കൊപ്പം പങ്കിടാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നോർക്കുമ്പോഴാണ്. പക്ഷേ ഇന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ
ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നാൽ മതി. അച്ഛനും അമ്മയും ഉറപ്പായിട്ടും നമ്മുടെ ഇഷ്ടം സ്വീകരിക്കും. ഈ ഇന്ദ്രജിത്തിനെ മരുമകനാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പാരൻസും ഉണ്ടാവില്ല. എല്ലാ പെൺകുട്ടികളുള്ള അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നുണ്ടാവും അവരുടെ മകളെ സുരക്ഷിതമായ ഒരു കൈകളിൽ ഏൽപ്പിക്കാനായിരിക്കും. അത് എല്ലാം കൊണ്ടും സാമ്പത്തികമായും സംരക്ഷിച്ചുകൊണ്ടും ഏത് പ്രതിസന്ധിയിലും ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞ് ചേർത്ത് നടത്തുന്ന ഒരാളാകണം തൻ്റെ മകളുടെ ഭർത്താവ് എന്ന് ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാരെ പോലെ തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഭാഗ്യം ചെയ്തവരാണ്. കാരണം അത്ര നല്ല മരുമകനെയാണ് ഞാൻ അവർക്ക് വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്നത്. അതെനിക്ക് എവിടെയും സന്തോഷമായിട്ടും തല ഉയർത്തിപ്പിടിച്ചും പറയാൻ പറ്റും. ഇന്ദ്രജിത്ത് ലോക്നാഥ് ഗുപ്ത നല്ലൊരു മരുമകനാണ്. മരുമകൻ മാത്രമല്ല, നല്ലൊരു മകനും കൂടിയായിരിക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്ന് പറഞ്ഞ് പാർവതി അവളുടെ മുഖം താഴ്ത്തി അവൻ്റെ നെറ്റിയിൽ പതിയെ ചുംബിച്ചു. മരുമകൻ മാത്രമല്ല, നല്ലൊരു ഭർത്താവുമാണ്. അതും പറഞ്ഞ് അവളുടെ ചുണ്ടുകൾ അവൻ്റെ നെറ്റിയിൽ നിന്നും പിന്മാറാൻ പോയതും ഇന്ദ്രൻ അവളുടെ പിൻകഴുത്തിലൂടെ കൈയിട്ട് പിടിച്ച് അവളുടെ മുഖം അവൻ്റെ ചുണ്ടോട് അടുപ്പിച്ചു. അവളുടെ ചുണ്ടുകളെ അവൻ്റെ ചുണ്ടിനാൽ അമർത്തി പിടിച്ച് നുണഞ്ഞുകൊണ്ടിരുന്നു. ചുണ്ടുകളെ മുഴുവനായും അവൻ്റെ വായിലേക്ക് ആക്കി. അവൻ നുണഞ്ഞു വലിച്ചു വേദനിപ്പിച്ചും അവൻ നുണഞ്ഞുകൊണ്ടിരുന്നു. പിന്നീടത് അവളുടെ മേൽചുണ്ടിലേക്ക് എത്തി നിന്നു. അവൻ്റെ പല്ലുകൾ അവളുടെ ചുണ്ടുകളിൽ നന്നായി വേദനിപ്പിച്ചു കൊണ്ടിരുന്നു. ചുണ്ടുകളെ അവൻ നുണഞ്ഞുകൊണ്ടും ഇരുന്നു. പാർവതി തല ഉയർത്താൻ നോക്കിയെങ്കിലും അവളുടെ മുടിയെല്ലാം അവൻ്റെ മുഖത്തേക്ക് വീണു. പെട്ടെന്ന് തന്നെ അവളുടെ 2 ഷോൾഡറിലും പിടിച്ച് ഊഞ്ഞാൽ കട്ടിലിലേക്ക് അവൻ ചായച്ചു കിടത്തി. അപ്പോഴും പാർവതി അവൻ്റെ ചുംബനത്തിൻ്റെ വേദനയിലും ചുംബനത്തിൻ്റെ ആലസ്യത്തിലും അവളുടെ ശ്വാസഗതിക്കനുസരിച്ച് ഉയർന്നു പൊങ്ങുന്ന അവളുടെ മാറിടങ്ങളും അവളുടെ ഉയർന്നു താഴുന്ന മനോഹരമായ ആലില വയറിനെയും ഇന്ദ്രൻ ഒരു കൗതുകത്തോടെ നോക്കി നിന്നു. അവൾക്ക് ഇരുഭാഗത്തും കൈകുത്തി വെച്ചുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് അവൻ്റെ ശരീരത്തെ പതിയെ ചേർത്ത് വെച്ചു. 2 പേരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം ഉടക്കി. അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടികളെ അവൻ ഒരു കൈകൊണ്ട് മാടി ഒതുക്കി കൊടുത്തു. അതിനുശേഷം കൈകൊണ്ട് അവളുടെ വയറിൽ കിടക്കുന്ന സാരി മാറ്റി. അവളുടെ നഗ്നമായ വയറിൽ അവൻ്റെ കൈകൾ ഓടി നടന്നു. അവളുടെ പൊക്കിൾ ചുഴിയിലേക്ക് അവൻ്റെ ചൂണ്ടുവിരൽ ഇറക്കി. പാർവതിയിൽ നിന്നും വരുന്ന ഓരോ മാറ്റവും അവൻ അറിയുന്നുണ്ടായിരുന്നു. അവളുടെ ശ്വാസഗതി പോലും അവൻ തൊട്ടറിഞ്ഞു. പാർവതി കണ്ണുകൾ തുറന്നതും ഇന്ദ്രൻ ആ നിമിഷം തന്നെ അവളുടെ ചുണ്ടിലേക്ക് താഴ്ന്നിറങ്ങി. അവൻ അവളുടെ ചുണ്ടുകളെ കടിച്ചും നുണഞ്ഞു വലിച്ചും അവളുടെ 2 ചുണ്ടുകളെയും ആസ്വദിച്ചും രുചിച്ചുകൊണ്ടും ഇരുന്നു. ഇന്ദ്രൻ്റെ വലത് കൈ അവളുടെ ഇടത് മാറിൽ അമർന്ന ആ നിമിഷം പാർവതി അറിയാതെ വായ തുറന്നുപോയി. ആ നിമിഷം തന്നെ അവൻ്റെ നാവ് അവളുടെ നാവുകളുമായി ഇണചേർന്നു. അവളുടെ നാവുകളെ അവൻ നുണഞ്ഞും കടിച്ചും വലിച്ചു കൊണ്ടിരുന്നു. പാർവതി ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. അവളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ഇന്ദ്രൻ പതിയെ അവളുടെ നാവിനെ മോചിപ്പിച്ചു. അവളിൽ നിന്നും അടർന്നു മാറി അവളുടെ വലതുഭാഗത്തായി അവൻ കിടന്നു. ചരിഞ്ഞ് പാർവതിയെ നോക്കിയപ്പോൾ കണ്ണുകളടച്ച് ശ്വാസം നീട്ടി വലിക്കുന്നുണ്ട്. ചുണ്ടുകൾ പൊട്ടി ചോര പൊടിഞ്ഞു നിൽക്കുന്നു. അവൻ പതിയെ ഊഞ്ഞാൽ കട്ടിലിൽ നിന്നും ഇറങ്ങി. അവൻ ഇറങ്ങുന്നത് അറിഞ്ഞതും പാർവതി കണ്ണു തുറന്നു. അവൻ ഒരു കൈ അവൾക്ക് നേരെ നീട്ടി. അവൾ അവൻ്റെ കൈയിലേക്ക് അവളുടെ കൈകൾ ചേർത്ത് വെച്ചു. ഇന്ദ്രൻ ആ നിമിഷം തന്നെ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റ് നിന്നതും ഇന്ദ്രൻ പാർവതിയുടെ മുഖത്തേക്ക് നോക്കി. മുഖമെല്ലാം ചുവന്ന് തൊടുത്ത് ചുണ്ടിൽ ചോരപ്പാടുകളുമായി നാണിച്ചു നിൽക്കുന്ന പാർവതിയെ അവനവൻ്റെ 2 കൈകൾ കൊണ്ടും കോരിയെടുത്തുകൊണ്ട് അവളെയും കൊണ്ട് അവൻ ബെഡ്റൂമിലേക്ക് നടന്നു. പാർവതി അവളുടെ 2 കൈകൾ കൊണ്ടും അവൻ്റെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചിരുന്നു. അവളെയും കൊണ്ട് ബെഡ്റൂമിലേക്ക് നടന്ന് അവൻ അവളെ ബെഡിൽ കിടത്തി. ഇന്ദ്രൻ പാർവതിയുടെ അഴിഞ്ഞ സ്ഥാനം മാറിക്കിടക്കുന്ന അവളുടെ സാരിയിലേക്കും സാരിക്കിടയിലൂടെ കാണുന്ന അവളുടെ മാറിലേക്കും അവളുടെ വയറിലേക്കും എല്ലാം ഇന്ദ്രൻ നോക്കി. ഇന്ദ്രൻ അവളുടെ ശരീരത്തിലേക്ക് പതിയെ അമർന്നു. 2 കൈകൾ കൊണ്ടും പാർവതി അവളുടെ മുഖം മറച്ചു പിടിച്ചു. അത് കണ്ട് ഇന്ദ്രൻ ചിരിച്ചു. എൻ്റെ പെണ്ണിന് നാണമാണോ? എന്തിനാ പാറു നീ നാണിക്കുന്നേ?
ഞാൻ അറിയാത്ത, ഞാൻ കാണാത്ത ഒന്നും തന്നെ നിൻ്റെ ഈ ശരീരത്തിലില്ലല്ലോ. നിൻ്റെ ശരീരത്തിലെ കുഞ്ഞു മറുക് പോലും എനിക്കറിയാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ പാർവതിയുടെ മുഖത്ത് വച്ചിരുന്ന കൈയെടുത്ത് മാറ്റി. പാർവതി കണ്ണു തുറന്ന് ഇന്ദ്രനെ നോക്കി. അവൻ്റെ വശ്യമായ നോട്ടം പാർവതി അടിമപ്പെട്ടു പോയിരുന്നു. ഞാൻ നിന്നെ അറിയാൻ പോവുകയാണ്, വീണ്ടും നിന്നിൽ അലിയാൻ പോവുകയാണ് ഞാൻ. അതിന് തടസ്സമായി ഒന്നും തന്നെ നമ്മുടെ ഇടയിൽ വേണ്ട എന്ന് പറഞ്ഞ് പാർവതിയുടെ ഷോൾഡറിൽ നിന്നും അവളുടെ സാരിയുടെ തലപ്പെടുത്ത് മാറ്റി. അവളുടെ ശരീരത്തിൽ നിന്ന് സാരി മുഴുവനായും അവൻ അഴിച്ചു മാറ്റി. അത് വലിച്ചെറിഞ്ഞു. അവളുടെ ശരീരത്തിലേക്ക് ആവേശത്തോടെ അവൻ പടർന്നു കയറി. അതിന് തടസ്സമായിരുന്ന ഒന്നും രണ്ടുപേരുടെയും ഇടയിലുണ്ടായിരുന്നില്ല. എല്ലാ വസ്ത്രങ്ങളും അവൻ തന്നെ വലിച്ചു മാറ്റി. താൻ അണിഞ്ഞിരിക്കുന്ന മംഗല്യസൂത്രയും പൊക്കിൾ ചുഴിയിൽ കിടക്കുന്ന അരഞ്ഞാണവും കാലിൽ കിടക്കുന്ന സ്വർണ്ണക്കൊലുസും മാത്രമായി കിടക്കുന്ന തൻ്റെ പെണ്ണിനെ ഇന്ദ്രൻ ആവേശത്തോടെ നോക്കി. അവളിലേക്ക് അവൻ്റെ നഗ്നമായ ശരീരം അമർന്നു. അവളുടെ കാലുകളും അവൻ്റെ കാലുകൾ കൊണ്ട് അവൻ ബന്ധിപ്പിച്ചു. അവിടെ ഇന്ദ്രൻ ഒരു ഭർത്താവും ഒരു ആണും മാത്രമായി. പാർവതി എന്ന പെണ്ണിനെ പൂർണ്ണമായും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സ്വന്തമാക്കുകയായിരുന്നു അവൻ. അതേ ആവേശത്തോടു കൂടി തന്നെ അവൻ അവളിലേക്കും ആഴ്ന്നിറങ്ങി. പാർവതിയിൽ നിന്നും വരുന്ന ഓരോ കുഞ്ഞു ശബ്ദങ്ങളും അവനെ ആവേശത്തിലാക്കി. അവളിലേക്ക് ഒരു മഴയായി ഒരു കിതപ്പോടെ അവൻ പെയ്തിറങ്ങി. അവളുടെ നഗ്നമായ മാറിലേക്ക് അവൻ കിടന്നു. പതിയെ അവളിൽ നിന്നും ഇറങ്ങി അവളുടെ വലത് ഭാഗത്ത് കിടന്നു. അവളെ അവൻ്റെ ഇടനെഞ്ചിലേക്ക് അവൻ കയറ്റി കിടത്തി. രണ്ടുപേരുടെയും ശ്വാസഗതി സാധാരണഗതിയിൽ ആവുന്നത് വരെ ഒന്നും തന്നെ സംസാരിച്ചില്ല. പാറു, ക്ഷീണിച്ചോ? പിന്നെ ക്ഷീണിക്കാതിരിക്കുമോ? ഇന്ദ്രേട്ടൻ്റെ ദേഷ്യം മാത്രമല്ല, സ്നേഹവും ആവേശവും പ്രണയവും കാമവും എല്ലാം എക്സ്ട്രീം ലെവലാണ് കേട്ടോ. അത് എൻ്റെ പാറുവിന് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ ട്രീ ഹട്ടിൽ വെച്ചുള്ള 2 സംഗമത്തിലും എന്നെ അറിഞ്ഞതല്ലേ. എനിക്ക് നിന്നോടുള്ള ആവേശം അതിൻ്റെ എക്സ്ട്രീം ലെവലാണെന്ന് അറിഞ്ഞതല്ലേടാ നീ? അതെ, പക്ഷേ ഓരോ പ്രാവശ്യം കഴിയുന്തോറും ഇന്ദ്രേട്ടൻ്റെ എക്സ്ട്രീം ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശരിയാ പാറു, നീ പറഞ്ഞത്. ഓരോ പ്രാവശ്യം കഴിയുന്തോറും എനിക്ക് നിന്നോടുള്ള ആവേശവും ആഗ്രഹവും കൂടുകയാണ്. നിന്നെ എത്ര നുകർന്നിട്ടും എത്ര അറിഞ്ഞിട്ടും മതിയാവാത്ത പോലെ. പാറു, എനിക്ക് ഇനിയും വേണം, ഇന്ദ്രൻ പറഞ്ഞു. പാർവതി ഒന്ന് ഞെട്ടി അവൻ്റെ ഇടത് മാറിൽ നിന്നും തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇനിയും? അതെ, ഇനിയും വേണം എനിക്ക് എന്ന് പറഞ്ഞ് വീണ്ടും അവളെ മലർത്തിക്കിടത്തി. അവൻ അവളിലേക്ക് വീണ്ടും ചേർന്നു. അവളിൽ പടർന്നു കിടക്കുന്ന ഓരോ വിയർപ്പ് തുള്ളികളെയും അവൻ്റെ ചുണ്ടിനാലും നാവിനാലും അവൻ നുണഞ്ഞെടുത്തിരുന്നു. ഒരു ആവേശത്തോടെ അവൻ വീണ്ടും അവളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. അവളെന്ന പെണ്ണിനെ അറിഞ്ഞിട്ടും മതിയാവാത്ത പോലെ ഇന്ദ്രൻ അവളിലേക്ക് അവനെ ഒഴുക്കിക്കൊണ്ടിരുന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ ഇന്ദ്രൻ്റെ മാറിൽ കിടന്ന് പാർവതി ഉറക്കത്തിലേക്ക് പോയി. അവളുടെ നെറുകയിൽ ഒന്ന് മുത്തി അവനും കണ്ണുകളടച്ചു. ചെറിയൊരു മയക്കത്തിന് ശേഷം വീണ്ടും അവൻ അവളിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. ആ രാത്രി അവൻ പലതവണ അവളെ അറിഞ്ഞു. അലാം അടിക്കുന്നതിന് മുമ്പ് തന്നെ പാർവതി കണ്ണു തുറന്നു. കാരണം ഉറങ്ങാൻ അവളെ അവൻ അനുവദിച്ചിരുന്നില്ല. അവൾ കണ്ണു തുറക്കുമ്പോൾ ഇന്ദ്രൻ ഉറങ്ങുകയാണ്. അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ ദൈവമേ, എല്ലാവരെയും പേടിപ്പിക്കുന്ന ഈ ഡെവിൾ ഇക്കാര്യത്തിലും ഒരു ഡെവിൾ തന്നെയാണ്. പക്ഷേ ഈ ഡെവിളിനെ എനിക്കിഷ്ടമാണ്. ഉറങ്ങുന്നത് കണ്ടില്ലേ? ഇപ്പോൾ കാണുമ്പോൾ എന്ത് പാവാ, കണ്ണ് തുറന്ന ഡെവിളായി മാറും. ഇനിയും താങ്ങാൻ എനിക്ക് പറ്റില്ല. ഞാനിങ്ങനെ കിടന്നാലേ ശരിയാകില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് അവൾ പതിയെ അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. അവൻ്റെ കവിളിലും ഒന്ന് ചുംബിച്ചു. അവിടെ നിന്നും എഴുന്നേറ്റു. ബ്ലാങ്കറ്റ് കൊണ്ട് അവൻ്റെ ശരീരം നന്നായി പുതപ്പിച്ചു കൊടുത്തു. അവൾ ബെഡിൽ നിന്നും താഴേക്കിറങ്ങി.
വസ്ത്രങ്ങളെല്ലാം അവിടെ ഇവിടെ കിടക്കുകയായിരുന്നു. താഴെ കിടക്കുന്ന സാരി എടുത്ത് അവളുടെ ശരീരം മറച്ചു. അവൻ വലിച്ചെറിഞ്ഞ അവൻ്റെ ട്രാക്ക് പാൻ്റ് എടുത്ത് മടക്കി ബെഡിൽ വെച്ചുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് കയറി. ശരീരത്ത് വെള്ളം വീഴുമ്പോഴെല്ലാം അവൾക്ക് നീറ്റലുണ്ടായിരുന്നു. പല സ്ഥലത്തും ചുവന്ന് കിടക്കുന്നു. കണ്ണാടിയിലൂടെ അത് അവൾ കണ്ടു. അവൾ കഴുത്തിൽ തൊട്ടുകൊണ്ട് മനസ്സിൽ പറഞ്ഞു, ഈ കലിപ്പിന് ഒന്നും അറിയണ്ടല്ലോ, എല്ലാവർക്കും മറുപടി കൊടുക്കേണ്ടത് ഞാനാണല്ലോ. അവൾ മനസ്സിൽ പറഞ്ഞു. അവൾ പറയുമ്പോഴും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഒരു സുഖമുള്ള നോവ് തന്ന പുഞ്ചിരി. അവൾ ഫ്രഷായി ഇറങ്ങി ഡ്രസ്സിംഗ് റൂമിൽ വന്ന് ഒരു സാരി ഉടുത്തു. ചെറുതായി നെറ്റിയിൽ സിന്ദൂരം തൊട്ടു. ഒരു കറുത്ത പൊട്ടും എടുത്തു വെച്ച് അവൾ നേരെ ബെഡ്റൂമിലേക്ക് നടന്നു. അപ്പോഴും ഇന്ദ്രൻ നല്ല ഉറക്കമാണ്. അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് നേരെ ഇന്ദ്രൻ ഇന്നലെ കാണിച്ചു കൊടുത്ത പൂജാമുറിയിലേക്ക് ചെന്നു. വലിയ ഗണപതി വിഗ്രഹത്തിന് മുന്നിൽ അവൾ വിളക്കുകൾ തെളിയിച്ചു. കർപ്പൂരം കത്തിച്ച് ആരതി ഒഴിഞ്ഞു. പാർവതി എന്ന ഒരു ഭാര്യയുടെ പുതിയൊരു ആരംഭമായിരുന്നു അവിടെ. പാർവതി എന്ന പെൺകുട്ടിയിൽ നിന്നും പാർവതി എന്ന ഇന്ദ്രജിത്തിൻ്റെ ഭാര്യയിലേക്കുള്ള ഒരു തുടക്കം. കുറച്ചു നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം കിച്ചണിലേക്ക് ചെന്നു. സമയം 4:30 ആയിട്ടുണ്ടായിരുന്നു. അവൾ വേഗം തന്നെ ഇന്ദ്രന് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റും കോഫിയും എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വേണം അവൾക്ക് അപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ. ഇന്ദ്രനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ജിമ്മിൽ വിട്ടിട്ട് പോകാമെന്ന് അവൾ തീരുമാനിച്ചു. രാവിലെ ഇന്ദ്രന് കഴിക്കാനുള്ള പാലപ്പവും ചിക്കൻ സ്റ്റൂവും എല്ലാം ഉണ്ടാക്കി വെച്ചു. കോഫി ഉണ്ടാക്കി വെച്ച് അവൾ കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് ഇന്ദ്രനെ വിളിക്കാനായി ബെഡ്റൂമിലേക്ക് ചെന്നു. അപ്പോഴും ആള് നല്ല ഉറക്കം തന്നെയാണ്. പാർവതി 2 കൈകളും ഇടുപ്പിൽ കുത്തി അവനെ നോക്കി. രാത്രി ഒരുപാട് അധ്വാനിച്ചതല്ലേ, ക്ഷീണം കാണും. കിടക്കുന്നത് കണ്ടില്ലേ? ആരെങ്കിലും പറയുമോ ഇത്രയും ഭയങ്കരനാണെന്ന്? ഈ ഇന്ദ്രജിത്തിന് ഇങ്ങനെയൊരു മുഖമുണ്ടെന്ന്? ദേഷ്യത്തിൻ്റെ കാര്യത്തിലും എക്സ്ട്രീം ലെവലാണ്. എന്നോടുള്ള പ്രണയത്തിൻ്റെ കാര്യത്തിലും എക്സ്ട്രീം ലെവലാണ്. പ്രണയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പാറു, നിന്നോടുള്ള ആഗ്രഹത്തിലും ആവേശത്തിലും ഞാൻ എക്സ്ട്രീം ലെവലാണ്. പാറു അവൻ പറയുന്നത് കേട്ട് അത്ഭുതത്തോടെ അവനെ നോക്കി. കണ്ണുകളടച്ച് ചരിഞ്ഞു കിടന്നുകൊണ്ടാണ് ആൾ പറയുന്നത്. അപ്പോൾ എഴുന്നേറ്റായിരുന്നോ? എൻ്റെ ആവേശത്തിന് ഒരു കുഞ്ഞ് ബ്രേക്ക് കൊടുത്തതല്ലേ ഞാൻ. അത് കഴിഞ്ഞ് വീണ്ടും നിന്നിലേക്ക് ചേരാൻ നോക്കിയപ്പോൾ നിന്നെ കണ്ടില്ല. അപ്പോഴാ ഞാൻ കണ്ണ് തുറന്നത്. ഇന്ദ്രൻ പറയുന്നത് കേട്ട് പാർവതി കൈകൾ കൊണ്ട് അവൻ്റെ കാലിൽ ഒന്നടിച്ചു. മതി, എഴുന്നേക്ക്, ഇന്ന് ജിമ്മിൽ പോകേണ്ട സമയമായല്ലോ. ഇനി മുതൽ ജിമ്മിൽ പോകുന്നില്ല ഞാൻ. അതെന്താ? അവൾ കുഞ്ഞു ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ എന്തിനാ ജിമ്മിൽ പോകുന്നത്? അതിനേക്കാൾ കൂടുതൽ വർക്കൗട്ട് ഞാനിപ്പോൾ എല്ലാ ദിവസവും രാത്രി ഇവിടെ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇന്നലെ തന്നെ കണ്ടില്ലേ എത്ര മണിക്കൂറാണ് ഞാൻ വർക്കൗട്ട് ചെയ്തതെന്ന്. എന്തിന്, ഇന്ന് വെളുപ്പിന് വരെ ഞാൻ നന്നായി വർക്കൗട്ട് ചെയ്തു. അയ്യോ ഇന്ദ്രേട്ടാ, ഇതെന്തീ പറയുന്നേ? എന്തയ്യോ? അവൻ തല ഉയർത്തിപ്പിടിച്ച് ഒരു കൈ കൊണ്ട് തലയിൽ താങ്ങി അവളെ നോക്കി. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ, പക്ഷേ ഇതാദ്യമായിട്ടാണ്. എല്ലാ ദിവസവും രാവിലെ എൻ്റെ പാറുവിനെ കാണാറുണ്ടെങ്കിലും ചുരിദാറിട്ടല്ലേ കാണാറ്. മാത്രമല്ല ഇങ്ങനെ നെറ്റിയിൽ സിന്ദൂരവും കാണാറില്ലല്ലോ. എന്തൊരു ഐശ്വര്യം നോക്കി. ഇനി എനിക്ക് എന്നും ഇങ്ങനെ കണ്ടാൽ മതി. സാരിയൊക്കെ എടുത്ത് നെറ്റിയിൽ സിന്ദൂരമൊക്കെ തൊട്ട് കഴുത്തിൽ ആ മംഗല്യസൂത്ര, പിന്നെ ഈ സാരിയൊക്കെ ഇങ്ങനെ ഇടുപ്പിൽ കുത്തിവെച്ച് ഭംഗിയുള്ള ആ വയറും എന്നെ ഒരുപാട് ആകർഷിക്കുന്ന ആ പൊക്കൽ ചുഴിയുമെല്ലാം കാണിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? അവൻ പറഞ്ഞത് കേട്ടതും പാർവതി അവളുടെ വയറിലേക്ക് നോക്കി. അപ്പോഴാണ് സ്ഥാനം മാറിക്കിടക്കുന്ന സാരി അവൾ കാണുന്നത്. വേഗം തന്നെ ഇടുപ്പിൽ കുത്തിവെച്ചിരുന്ന സാരി അവൾ അഴിച്ചിട്ടു. ഇനി അഴിച്ചിട്ടിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ കണ്ടു. മതി കുറുമ്പ് പറഞ്ഞത്. എഴുന്നേറ്റ് ഫ്രഷായിട്ട് വാ, ഞാൻ കോഫി എടുത്തു വെച്ചിട്ടുണ്ട്. പറ്റില്ല, എനിക്ക് മോർണിംഗ് എനർജി വേണം. ബെഡിൽ നിന്നും ഞാൻ എഴുന്നേൽക്കണമെങ്കിൽ എനിക്കൊരു സമ്മാനം വേണം. അവൻ്റെ ചുണ്ടിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. അല്ലാതെ എഴുന്നേക്കില്ല എന്ന് ഉറപ്പാണോ? പാർവതി ചോദിച്ചു. ഇന്ദ്രൻ വെറും വാക്ക് പറയാറില്ല മോളെ. ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ എനിക്ക് ഇനി മുതൽ എല്ലാ ദിവസവും ഇത് തന്നിരിക്കണം. പക്ഷേ അതിൽ നിർത്തുമോ ഇന്ദ്രേട്ടൻ? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. അതാലോചിക്കാം. എന്നാ മോർണിംഗ് എനർജി തരണോ എന്ന് ഞാൻ ആലോചിക്കാം. എന്നാ ശരി, ഞാൻ അതിൽ നിർത്താം.
ഉറപ്പാണോ? പാറു ചോദിച്ചു. അവളുടെ നോട്ടം കണ്ട് അവന് ചിരി വന്നു. പാർവതി വീണ്ടും ഗൗരവത്തിലായി. സമ്മതിച്ചോ ഇല്ലയോ? അവൾ ചോദിച്ചു. സമ്മതിച്ചു, അവൻ പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. ലവ് യു ഓൾ.